നമ്മളെയൊക്കെ രൂപപ്പെടുത്താനും ശാക്തീകരിക്കാനും സഹായിക്കുന്ന മൈൻഡ് പ്ലസിൻ്റെ 1527ാമത്തെ ദിവസമാണിന്ന്. ഇന്നത്തെ സെഷൻ 13ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കവിയും തത്വജ്ഞാനിയുമായ റൂമിയുടെ ഒരു ഉദ്ധരണിയിൽ നമുക്ക് ആരംഭിക്കാം. When you let go of who you are, you become who you might be. അർത്ഥവത്തായ വളരെ ഡെപ്തുള്ള ഒരു കോട്ടാണിത്. When you let go of who you are, നിങ്ങൾ ആരാണെന്നുള്ളത് വിട്ടുകളയുമ്പോൾ you become who you might be. നിങ്ങൾ ആവേണ്ട ആളായിത്തീരുന്നു. അതായത് യഥാർത്ഥ നിങ്ങളായിത്തീരുന്നു എന്നാണ് റൂമി ഇവിടെ പറയുന്നത്. എന്നെ വളരെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു കോട്ടാണിത്. നമ്മൾ ആരാണെന്നുള്ളത്, നമ്മുടെ ഐഡൻറ്റിറ്റി, ജീവിതത്തിലെ പല റോളുകൾ, ലേബലുകൾ എന്നിവയൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നതും നിർവചിക്കുന്നതും, അല്ലേ? നമ്മുടെ ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബ മൂല്യങ്ങൾ, പ്രതീക്ഷകൾ, സാമൂഹിക മൂല്യങ്ങൾ എന്നിവയൊക്കെ അനുസരിച്ചിട്ടാണ്. ഈ സ്വാധീനങ്ങളൊക്കെയാണ് നമ്മൾ ആരായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും ബോധിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ അസ്തിത്വവുമായി പൊരുത്തപ്പെടാത്ത പല വിശ്വാസങ്ങളെയും ശീലങ്ങളെയും മുറുകെ പിടിക്കേണ്ടതായി വരുന്നു. ആൻഡ് വി ബിക്കം ദിസ് കണ്ടീഷൻഡ് സെൽഫ്. ലൈഫിൽ കണ്ടീഷൻ ചെയ്തു വന്നിട്ടുള്ള പരിമിതികളുള്ള നമ്മളാണിത്, ദ കണ്ടീഷൻഡ് സെൽഫ്. ഇങ്ങനെയുള്ള നമ്മളെ വിട്ടുകൊണ്ട്, ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ബിക്കം ഹൂ യു മൈറ്റ് ബി, യഥാർത്ഥ നമ്മളായി മാറാനാണ് റൂമി ഇവിടെ പറയുന്നത്. ടു ട്രാൻസ്ഫോം ഇൻ ടു ആ ട്രൂ സെൽവ്സ്. സോ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? ഇത് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്, അൺമാസ്ക് യുവർ ട്രൂ സെൽഫ്. നമ്മുടെ യഥാർത്ഥ സ്വയത്തെ അനാവരണം ചെയ്യുക. കണ്ടീഷൻഡ് സെൽഫിൽ നിന്നും ട്രൂ സെൽഫിനെ കണ്ടുപിടിക്കുക, പുറത്തു കൊണ്ടുവരിക. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ യഥാർത്ഥ സ്വയത്തെ മറച്ചു വെക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും, അല്ലേ? യഥാർത്ഥ നമ്മളെ പുറത്ത് കാണിക്കാൻ മടിക്കുന്ന ഘട്ടങ്ങൾ പലതും ഉണ്ടായേക്കാം ജീവിതത്തിൽ. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു ആവരണം അല്ലെങ്കിൽ മുഖം മൂടി ധരിക്കേണ്ടതായും പലപ്പോഴും വരാറുണ്ട്. ഇതിന് പലർക്കും പല കാരണങ്ങളും ഉണ്ടാവാട്ടോ. നമുക്കത് നോക്കാം. കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് മാസ്കിംഗ് ആ ട്രൂ സെൽവ്സ്. എന്തിനാണ് നമ്മൾ യഥാർത്ഥ സ്വയത്തെ മറയ്ക്കുന്നത്? എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്? ടു അവോയ്ഡ് ഇമോഷണൽ വൾനറബിലിറ്റി, വൈകാരിക ദുർബലത ഒഴിവാക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക, അത് മറച്ചു വയ്ക്കുക. സ്വന്തം ബലഹീനതകൾ, നിരാശകൾ, വേദനകൾ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മുഖം പുറത്തേക്ക് കാണിക്കുക. തൻ്റെ ശരിക്കുള്ള ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നത് മോശമാണെന്ന് വിചാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കണ്ട് വിഷമിക്കരുത് എന്ന് കരുതിയിട്ടും ആവാം. അതും അല്ലെങ്കിൽ മറ്റുള്ളവർ തൻ്റെ ദുർബലാവസ്ഥ കാണുമെന്ന നാണക്കേടും കൊണ്ടാവാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ആൺകുട്ടികൾ കരഞ്ഞാൽ, അയ്യേ നീ എന്താ പെണ്ണാണോ ഇങ്ങനെ കരയാൻ എന്ന് ചോദിച്ച് കളിയാക്കും. ആൺകുട്ടികളൊന്നും കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഈ കുട്ടികൾ വലുതാവുമ്പോൾ എന്താണ് ഉണ്ടാവുക? സങ്കടം വന്നാൽ കരയില്ല, ഉള്ളിൽ ഒതുക്കും. ചിലപ്പോൾ ആ സങ്കടം ദേഷ്യമായിട്ട് പുറത്ത് പ്രകടിപ്പിക്കും. ദേ മാസ്ക് ദെയർ സാഡ്നെസ് ആസ് ആങ്കർ. അത് കൂടുതൽ അപകടമാണ്. മറ്റു ചിലർ വിഷമങ്ങളും നിരാശയും ഒക്കെ ആരോടും പറയാതെ ഉള്ളിൽ വെച്ച് ഡിപ്രഷനിലേക്ക് പോകും, ആരോടും മിണ്ടാതാവും. ഇങ്ങനെയൊക്കെ യഥാർത്ഥ വികാരങ്ങൾ നമ്മൾ മറച്ചു പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദിസ് ക്രിയേറ്റ്സ് ഇമോഷണൽ എക്സോഷൻ. വൈകാരിക ക്ഷീണമാണ് ഉണ്ടാവുന്നത്. ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി മാസ്ക് ചെയ്യുന്നത് ആന്തരിക പിരിമുറുക്കമാണ് ഉണ്ടാക്കുന്നത്, ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, isn't it? പിന്നെ എന്ത് കാര്യം ചെയ്യാനും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ആൻഡ് ഇറ്റ് ഡ്രെയിൻസ് ആ മെന്റൽ എനർജി. മാനസിക ഊർജം ചോർത്തി കളയുന്നു, എഫക്റ്റിംഗ് ബോത്ത് ആ മൈൻഡ്
ആൻഡ് ബോഡി. കാലക്രമേണ മാനസികവും ശാരീരികവുമായി വീക്കാവുന്നു. നെക്സ്റ്റ്, ടു പ്രൊട്ടക്റ്റ് ourselves ഫ്രം ജഡ്ജ്മെൻറ്റ് ഓർ റിജക്ഷൻ. മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്, കുറ്റപ്പെടുത്തലുകൾ എന്നിവയിൽ നിന്നും രക്ഷ നേടാനായി യഥാർത്ഥ സ്വയത്തെ മറച്ചുവെക്കുന്നു. മറ്റുള്ളവരാൽ നിരസിക്കപ്പെടുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. ഉദാഹരണത്തിന്, ജോലി സ്ഥലത്ത് മീറ്റിങ്ങുകളിൽ തൻ്റെ ആശയങ്ങൾ പങ്കിടാതിരിക്കുക. മറ്റുള്ളവർ വിമർശിക്കും അല്ലെങ്കിൽ കളിയാക്കി ചിരിക്കുമെന്ന് പേടിച്ചിട്ടാണ് കഴിവുണ്ടായിട്ടും തൻ്റെ ക്രിയാത്മക ആശയങ്ങൾ ഇവർ മറച്ചുവെക്കുന്നത്. കാരണം ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ തനിക്കൊന്നും ശരിക്ക് ചെയ്യാൻ അറിയില്ല എന്നവർ സ്വയം കുറ്റപ്പെടുത്തുന്നു. അവരതങ്ങ് വിശ്വസിക്കുന്നു. ഇങ്ങനെ കണ്ടീഷൻഡ് ആവുന്നതിനുള്ള ഒരു ചെറിയ ഉദാഹരണം പറയാം. ചെറുപ്രായത്തിൽ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുകയോ അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റ് പറ്റുകയോ ചെയ്താൽ നീ ചീത്ത കുട്ടിയായി, ബാഡ് ബോയ്, ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കും. ആ പ്രവൃത്തിയെ പറ്റി പറയുന്നതിന് പകരം കുട്ടിക്ക് തന്നെ ചീത്ത കുട്ടി എന്നൊരു ലേബിൾ കൊടുക്കും. ചെറുപ്രായത്തിൽ കിട്ടുന്ന പലതരം ലേബലുകൾ സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് എല്ലാത്തിനെയും ബാധിക്കും. ഇവർ വലുതാവുമ്പോൾ യഥാർത്ഥ മൂല്യം മറന്നു പോകുന്നു. അപ്പോൾ എന്തുണ്ടാകും? ദിസ് ക്രിയേറ്റ്സ് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി. സ്വന്തം കഴിവുകളെയും ആധികാരിക ചിന്തകളെയും അടിച്ചമർത്തുന്നതിലൂടെ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. കാലക്രമേണ നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് തന്നെ തിരിച്ചറിയാതെ പോകുന്നു. നമ്മൾ അല്ലാതാവുന്നു. നെക്സ്റ്റ്, ടു ഗെയിൻ അപ്രൂവൽ ആൻഡ് അക്സെപ്റ്റൻസ്. അംഗീകാരവും സ്വീകാര്യതയും നേടാൻ വേണ്ടി. മറ്റുള്ളവർ നമ്മളെ ഉൾക്കൊള്ളണം, അംഗീകരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ശരിയല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടണം, തന്നോട് എല്ലാവരും നന്നായി ഇടപെടണം എന്നാഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായി അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സ്വന്തം വ്യക്തിത്വവുമായി പൊരുത്തപ്പെടാത്ത പെരുമാറ്റങ്ങൾ നമ്മൾ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആസ്വദിക്കുന്നതായി നടിച്ചേക്കാം. വിശ്വാസമില്ലാത്ത അഭിപ്രായങ്ങളോട് പോലും യോജിച്ചേക്കാം. അങ്ങനെ അംഗീകരിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ കയറിപ്പറ്റാനായി എല്ലാം ഓക്കെ എന്ന സുരക്ഷിതമായ ഒരു മാസ്ക് നമ്മൾ ധരിക്കുന്നു. ഇതെല്ലാം മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും നേടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ജസ്റ്റ് ടു ഗെറ്റ് എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്. കൂട്ടത്തിൽ ഒരാളാണ് താൻ എന്ന് സ്ഥാപിക്കാനായി യഥാർത്ഥ നമ്മളെ തന്നെ മറന്നു പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രിയേറ്റ്സ് എ ലാക്ക് ഓഫ് ജെന്യുവൻ കണക്ഷൻസ്. ആത്മാർത്ഥ ബന്ധങ്ങളുടെ അഭാവമാണ് അവിടെ ഉണ്ടാവുന്നത്. ആദ്യം നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധമായ ഒരു ബന്ധം സ്ഥാപിക്കണം. എന്നാലല്ലേ മറ്റുള്ളവരുമായി ആത്മാർത്ഥ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയൂ. കൂട്ടുകാരുടെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ സാധൂകരണത്തിന്, വാലിഡേഷന് വേണ്ടി യഥാർത്ഥ നമ്മളെ മറച്ചു വെക്കുമ്പോൾ ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നു നമുക്ക്. പ്രത്യേകിച്ചും അടുത്ത ബന്ധങ്ങളിൽ യഥാർത്ഥ നമ്മളെ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല. കാലക്രമേണ ഇത് നിരാശയിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരെ നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും മുഖം മൂടിക്കുള്ളിൽ യഥാർത്ഥ നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സത്യത്തെയും സ്വയത്തെയും മാനിച്ചുകൊണ്ട്, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ചേരുന്ന ആളുകളെയും സന്ദർഭങ്ങളെയും നമുക്ക് ആകർഷിക്കാൻ കഴിയും. അതാണ് സത്യം. Freedom lies in being unapologetically yourself, shedding every mask to reveal the truth within. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? It is in being unapologetically ourselves.
അനുതാപമില്ലാതെ ഒരു മടിയുമില്ലാതെ നമ്മളായിരിക്കുന്നതിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത്. And how do we do that? By shedding every mask to reveal the truth within. എല്ലാ മുഖം മൂടികളും മറകളും ഉപേക്ഷിക്കാൻ തയ്യാറായാലേ നമ്മുടെ ഉള്ളിലെ സത്യം കാണാനും കാണിക്കാനും നമുക്ക് സാധിക്കൂ. ബിക്കോസ് ട്രൂ ഫ്രീഡം ഇസ് നോട്ട് അക്സെപ്റ്റൻസ് ബൈ അതേഴ്സ്, ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ourselves. എല്ലാ മറകളും നീക്കി യഥാർത്ഥ നമ്മളാകുന്നതിലാണ് സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ട്രാൻസ്ഫോമിങ് അസ് ഇൻ ടു അവർ ട്രൂ സെൽസ്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ടു അൺമാസ്ക് അവർ ട്രൂ സെൽസ്. യഥാർത്ഥ നമ്മളെ അനാവരണം ചെയ്യാനുള്ള രീതികൾ. അക്നോളജ് ആ കണ്ടീഷനിങ്. നമ്മുടെ കണ്ടീഷനിങ് അംഗീകരിക്കുക. ട്രൂ സെൽഫിനെ അൺമാസ്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഈ കണ്ടീഷൻഡ് സെൽഫിനെ പറ്റിയുള്ള ഒരു അവെയർനെസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് വളർന്നു വരുമ്പോൾ നമ്മൾ സ്വീകരിച്ച പെരുമാറ്റങ്ങളും വിശ്വാസങ്ങളും പാറ്റേണുകളും എല്ലാം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടെയുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ചതാവാം ഇതൊക്കെ. എന്നാൽ ഇപ്പോൾ അവയൊന്നും നമുക്ക് യോജിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഉള്ളിലൊരു സംഘർഷമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷനിങ് തിരിച്ചറിയുന്നതിലൂടെയും അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിലൂടെയും നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. ജോർജ് സർ പഠിപ്പിച്ചു തന്ന പവർ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ആ പവർ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, വാട്ട് കണ്ടീഷനിങ് ആം ഐ ഹോൾഡിങ് ഓൺ ടു ദാറ്റ്സ് നോട്ട് മൈൻ? എനിക്ക് ചേരാത്ത എന്ത് കണ്ടീഷനിങ് ആണ് ഞാൻ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇത് ശക്തമായ ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ള എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഈ ചോദ്യം സഹായിക്കും. ഇതെനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണോ ചെയ്യുന്നത്? അതോ ചെയ്ത് ശീലിച്ചു പോയതാണോ? എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയാണോ ഞാനിതിപ്പോൾ ചെയ്യുന്നത്? എല്ലാം ഈ ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അതിലൊന്നും ഇപ്പോൾ വലിയ കഥയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപകാരമല്ലാത്തവയൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വരും. അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമേ യഥാർത്ഥ നമ്മളായി മാറാൻ നമുക്ക് സാധിക്കൂ. അതാണ് റൂമി ലെറ്റ് ഗോ ഓഫ് ഹു യു ആർ എന്ന് പറഞ്ഞത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നതാണ് ലെറ്റിംഗ് ഗോ. Let go of all unwanted baggage, all attachments. Here we are learning to be our true selves. Next, embrace emotional vulnerability. വൈകാരിക ദുർബലത സ്വീകരിക്കുക. നമ്മുടെ റിയൽ ഇമോഷൻസ് മറച്ചു വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. So we need to embrace our emotions as it is. സത്യസന്ധമായി കാണാനും നേരിടാനും നമുക്ക് കഴിയണം. നമ്മുടെ ദൗർബല്യങ്ങളും അപൂർണതകളും എല്ലാം ആ കണ്ടീഷൻഡ് സെൽഫിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് വി ഷുഡ് നോ our true self is whole and complete. യഥാർത്ഥ നമ്മൾ സമ്പൂർണ്ണരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, what are my deepest beliefs and core values in life? ഈ ചോദ്യം നമ്മുടെ കാതലായ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും മനസ്സിലാക്കാനും നമ്മുടെ അസ്തിത്വത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഭൗതിക വിജയത്തിനേക്കാൾ മാനസിക സമാധാനത്തിനാണ് വില കൽപ്പിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സമൂഹം നൽകുന്ന ലേബലുകളിലും സ്ഥാനമാനങ്ങളിലും അല്ല, നമ്മുടെ കണ്ണിൽ നമുക്കുള്ള സ്ഥാനമാണ് നാം മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ മേക്ക് us see our true selves. നെക്സ്റ്റ്, ഫോളോ our passion. നമ്മുടെ പാഷൻ പിന്തുടരുക. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് സമയം പോകുന്നതറിയാതെ മുഴുകിയിരുന്നു കൊണ്ട് സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്.
നമുക്ക് വരുമാനം തരുന്ന ജോലി നമ്മുടെ പാഷൻ ആണെങ്കിൽ അതിൽ പരം സംതൃപ്തി വേറെ ഇല്ല, അല്ലേ? ഇനിയിപ്പോൾ ചെയ്യുന്ന ജോലി വരുമാനം മാത്രമേ തരുന്നുള്ളൂ, അത് പാഷൻ ഒന്നും അല്ല എങ്കിൽ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, താല്പര്യമുള്ള ഹോബികൾ കണ്ടെത്തുക, വിഷയങ്ങൾ പഠിക്കുക. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ നമ്മളുമായി കണക്റ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനി അത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് സ്വയം ചോദിക്കുക, വാട്ട് മേക്സ് മീ ഫീൽ ഫുൾഫിൽഡ്? എന്താണ് എനിക്ക് പൂർത്തീകരണം നൽകുന്നത്? എന്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നത്? അത് ചെയ്യണം, അത് മനസ്സിലാക്കണം. നമ്മുടെ പൂർത്തീകരണത്തിന് വേണ്ടി പുറത്തേക്ക് നോക്കുമ്പോഴാണ് മറ്റുള്ളവരെ പോലെ ആവാൻ വേഷം കെട്ടേണ്ടി വരുന്നത്. ട്രൂ fulfillment comes from being in a natural state of joy and peace. And that is being our true self. ഇത് പഠിക്കാൻ മൈൻഡ് പ്ലസ് പ്ലാറ്റ്ഫോമിലും വലിയൊരു ഇടമില്ല, അല്ലേ? അതാണ് നമ്മൾ എന്നും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടു ബി a true self. The privilege of a lifetime is to become who you truly are. സ്വിസ് സൈക്കോളജിസ്റ്റും സൈക്കോ അനലിസ്റ്റുമായിരുന്ന ദ ഫേമസ് കാൾ യുങ്ങിൻ്റെ ഒരു കോട്ടാണിത്. ദ പ്രിവിലേജ് ഓഫ് എ ലൈഫ് ടൈം. ജീവിതകാലത്തിലെ പ്രത്യേക അവകാശമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? ടു ബിക്കം ഹൂ യു ട്രൂലി ആർ. യഥാർത്ഥ നിങ്ങളായിരിക്കുക എന്നത്. സത്യമല്ലേ? നമ്മുടെ സ്വയത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ആനന്ദവും പൂർത്തീകരണവും ഉണ്ടാവുന്നത് എന്നാണ് കാൾ യുങ് ഇവിടെ പറയുന്നത്. ഈ ജീവിതയാത്ര സ്വയം കണ്ടെത്തലിൻ്റെയും യാഥാർത്ഥ്യമാക്കലിൻ്റെയും ഒരു യാത്രയാണ്. എ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, അതുല്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് കടക്കാം.